ഐശ്വര്യങ്ങളും സർവേശ്വരൻ നൽകട്ടെ. ദീർഘമംഗല്യം ഭവിക്കട്ടെ. അച്ഛാ, ഇന്ന് വരെ ആഗ്രഹിച്ചതൊന്നും കിട്ടാതിരുന്നിട്ടില്ല എനിക്ക്. എന്തും ഞാൻ നഷ്ടപ്പെടുത്താം, ഇതൊഴികെ. ഈ നഷ്ടത്തിന്റെ ആഴം അച്ഛൻ അളക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇതാർക്ക് വേണ്ടി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അഖില തീരുമാനിച്ചിരിക്കുന്നത് പോലെ ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടക്കുമോ? അഖിലയുടെ തീരുമാനങ്ങൾക്കെതിരായി നടന്നാൽ എന്തൊക്കെയാ സംഭവിക്കുക? എങ്ങനെ അഖില ഈ കാര്യങ്ങളെ നേരിടും? കൃഷ്ണേട്ടാ, ഞാൻ കയറി വന്നതുപോലും അറിയാതെ എന്തായിരുന്നു ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഒന്നുമില്ലാന്ന് കൃഷ്ണേട്ടന്റെ മുഖം പറയുന്നില്ലല്ലോ. എന്തു പറ്റി കൃഷ്ണേട്ടാ? എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താ കൃഷ്ണേട്ടനുള്ളത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. നമ്മൾ തമ്മിൽ എന്തിനാ കൃഷ്ണേട്ട ഒരകലം? പറയാനുള്ളത് എന്താണെങ്കിലും തുറന്നു പറയൂ. വേറൊന്നുമല്ല, ആനന്ദിന്റെ കല്യാണത്തെക്കുറിച്ച്. അതിനെന്താ പ്രശ്നം? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നല്ലേ? അതെ. പിന്നെന്താ കല്യാണത്തെക്കുറിച്ചൊരാലോചന? അല്ല അഖിലേ, നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പോലെ കല്യാണം നടക്കുമോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതെന്താ കൃഷ്ണേട്ട അങ്ങനെ? നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറമായി ഈ തൃച്ചംബരത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ചിന്ത ആരുടെയെങ്കിലും ഉള്ളിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം, എനിക്കതറിയണം. ആനന്ദിന്റെയും ഗംഗയുടെയും വിവാഹം അത് അഖിലയുടെ തീരുമാനം തന്നെയാണ്. പക്ഷേ അതങ്ങനെ തന്നെ നടക്കുമോ എന്നെനിക്കൊരു തോന്നൽ. എന്തോ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സംശയം. സംശയമോ? എന്തിന് കൃഷ്ണേട്ടാ? ഇത് തൃച്ചംബരോ? തീരുമാനിച്ചതേ നടക്കൂ. അങ്ങനെ നടന്ന ചരിത്രമേ ഉള്ളൂ പറയാൻ. അഖിലേ, വേറൊന്നും കൊണ്ടല്ല. നീയും ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന മഹാശക്തി. അന്തിമ തീരുമാനം അദ്ദേഹത്തിൻ്റെതാണ്. കൃഷ്ണേട്ട, എന്റെ ശുഭപ്രതീക്ഷകൾക്ക് എതിരായി കൃഷ്ണേട്ടൻ നെഗറ്റീവ് പറയുക. എനിക്കത് സഹിക്കാവുന്നതിനും അപ്പുറം. അഖിലേ, എനിക്കൊന്നും കേൾക്കണ്ട. മറ്റൊരാളാണിത് പറഞ്ഞിരുന്നതെങ്കിൽ അതിഗംഭീരമായി, വളരെ ആർഭാടമായി ഈ കല്യാണം നടക്കും. ഞാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയില കൃഷ്ണേട്ടന്റെ എതിർപ്പിന്റെ സ്വരം. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം എന്റെ സ്വപ്നമാണ്. അതിവിപുലമായിട്ട് തന്നെ അത് ഞാൻ നടത്തിയിരിക്കും. എതിർത്തതല്ല, ഞാനൊന്ന് പറയുന്നത് കേൾക്കുവോ? I don't want any explanation. For God's sake, leave me alone.
ഇറങ്ങിയോ? ആ അച്ഛാ, എന്താ അച്ഛാ? പറയാം. ഒരു മനുഷ്യന്റെ മഹാഭാഗ്യമെന്ന് പറയുന്നത് സമ്പത്തോ സൗഭാഗ്യമോ ഒന്നുമല്ല, മനസ്സമാധാനമാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ പറയുമ്പോൾ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനായിരുന്നു എന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു, എന്റെ സ്വകാര്യതയിൽ. എല്ലാ അർത്ഥത്തിലും ഇന്നലെ വരെ ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. ദൈവം തന്ന ഏറ്റവും വലിയ നിധിയായിരുന്നു നിന്റെ അമ്മ. സ്നേഹനിധിയായ ഭാര്യയുണ്ടെങ്കിൽ അതിൽ പരം മറ്റെന്താണ് വേണ്ടത്? ആനന്ദ്, വിവാഹം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് ഇരു കക്ഷികളും പരസ്പരം സമ്മതിച്ച് രജിസ്ട്രിയിൽ ഒപ്പിട്ട് ഒന്നാകുന്ന ഒരു കരാർ ഉടമ്പടി മാത്രമല്ല. മനസ്സും മനസ്സും തമ്മിൽ ഒന്നായി ചേരുന്ന വളരെ വിസ്മയകരമായ ദൈവിക പദ്ധതിയാണ്. ദൈവം ആ കാര്യത്തിലാണ് എന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ചത്. ഞാനും നിന്റെ അമ്മയും തമ്മിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അവളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഞാൻ അംഗീകരിച്ചിട്ടേ ഉള്ളൂ. കാരണം ആ തീരുമാനങ്ങളെല്ലാം 100% ശരി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനും നിന്റെ അമ്മയും തമ്മിൽ ആദ്യമായി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. നിന്നെ ചൊല്ലിയാണ് ആ അഭിപ്രായ വ്യത്യാസം. അഖില എന്നോട് ഇതേവരെ ഇത്രയേറെ കോപിച്ചിട്ടില്ല. ഇന്ന് കോപിച്ചു. മാത്രമല്ല, ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകൂ എന്നർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. 25 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം. അച്ഛാ, മോനെ, ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കുന്നവളാണ് നിന്റെ അമ്മ. ആ അമ്മയുടെ അനുഗ്രഹത്തോടെ നിന്റെ ആഗ്രഹം പോലുള്ള വിവാഹം നടക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അഖിലയുടെ തീരുമാനത്തിനെതിരായി നീ വിവാഹം കഴിച്ചാൽ ഒരുപക്ഷേ നിന്റെ സന്തോഷത്തെ കരുതി അമ്മ എതിർക്കില്ല. പക്ഷേ പിന്നെ അവൾ ജീവനോടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ അച്ഛന് സാധിക്കില്ല. അച്ഛൻ ആരുടെ ഭാഗത്ത് നിൽക്കണം? എനിക്ക് നിന്നെ വേണം. അതുപോലെ തന്നെ നിന്റെ അമ്മയെ. നിങ്ങളില്ലാത്ത ജീവിതം എനിക്കെന്തിന്? ആത്മാവില്ലാത്ത ശരീരം പോലെ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ മനസ്സെനിക്കറിയാം. നിന്റെ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഞാൻ. അഖിലയുടെ അനുഗ്രഹത്തോടെ നീ ആഗ്രഹിക്കുന്ന നിന്റെ വിവാഹം നടക്കുമെന്ന് നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അച്ഛാ, എന്റെ കാണപ്പെട്ട ദൈവങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും. സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുന്നവരാരാണോ അവരാണ് ജീവിതത്തിലെ ദൈവങ്ങൾ. അവരെയാണ് പൂജിക്കേണ്ടത്. എന്റെ മനസ്സിൽ എന്നും പൂവിട്ട് പൂജിക്കുന്ന 2 ദൈവങ്ങളാണ് എന്റെ അച്ഛനും അമ്മയും. എന്നെ വലിയൊരു ബിസിനസ്സുകാരനാക്കിയതിൽ അമ്മയുടെ പങ്ക് വലുതാണ്. ഞാൻ കാരണം ഒരിക്കലും എന്റെ അമ്മ വേദനിക്കേണ്ടി വരരുത്. ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കേണ്ടി വരരുത്. എന്റെ അമ്മയുടെ അനുഗ്രഹത്തോടെ തന്നെ ഞാൻ ആഗ്രഹിച്ച വിവാഹം നടക്കുവച്ച. ഉറപ്പ്. അച്ഛൻ വിശ്വസിച്ചോളൂ. എനിക്ക് സന്തോഷമായി. എന്റെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറി.
പരിഹരിക്കാനാവാത്ത വിധം വലുതല്ല ഒരു പ്രതിസന്ധി. ഓരോന്നിനെയും അതിന്റെ സമയത്തും സാഹചര്യത്തിലും തന്മയത്വത്തിലൂടെ നേരിട്ടാൽ പരിഹരിക്കാൻ കഴിയും. ഒരു പ്രായം കഴിഞ്ഞാൽ മക്കളുടെ വാക്കാണ് മാതാപിതാക്കളുടെ വിശ്വാസം. എന്റെ മകന്റെ വാക്കാണ് ഇപ്പോൾ എനിക്ക് വിശ്വാസം. അത് മതി. എന്റെ ഉള്ളിലെ കടലിരുമ്പത്തിന്റെ ആക്കം കുറഞ്ഞു. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അച്ഛാ. ആനന്ദേ, ഞാനും ഗംഗയും കൂടി നിന്റെ കല്യാണ സ്യൂട്ട് സെലക്ട് ചെയ്യായിരുന്നു. കൊറേയൊക്കെ സെലക്ട് ആയി. ഗുഡ്. അങ്ങനെ ഓരോരോ ജോലികൾ തീരട്ടെ. അങ്കിൾ, അഖിലാന്റി വന്നില്ലല്ലോ. അഖില ആരെയോ ഫോൺ ചെയ്യുക. നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോഴേക്കും എത്തും. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തെ കല്യാണി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം ആനന്ദിന്റെയും അഖിലേച്ചിയുടെയും മനസ്സറിയുന്നവളാണ് കല്യാണി എന്നാണല്ലോ വെയ്പ്പ്. വൈപ്പല്ല, അതാണ് ശരി. ഞങ്ങളുടെ മാത്രമല്ല, ഇവിടുത്തെ എല്ലാവരുടെയും മനസ്സറിയാവുന്നവളാണ് കല്യാണി. അല്ലാന്ന് പറയാൻ പറ്റുമോ വിലാസിനിക്ക്? അഖിലാന്റി വരുന്നുണ്ട്. അഖിലേ, എന്താ ഇത്? ഇതെന്താ തോക്കൊക്കെ? തോക്കിന്റെ ആവശ്യം വരുമ്പോ അതെടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഈ തോക്കെടുത്തത് സ്വയം തോറ്റുപോയിട്ടില്ലെന്ന് എനിക്കുറപ്പുവരുത്താനാ. എന്താ ചേച്ചി ഇത്? ചേച്ചി ആരെങ്കിലും തോൽപ്പിച്ചോ? അല്ല, എന്തിനാ? അത് പറയാം. അതിനു മുൻപ് ഇപ്പൊ എനിക്കൊരു ചോദ്യത്തിന് മറുപടി കിട്ടണം. അതുകൊണ്ടാ തോക്കെടുക്കേണ്ടി വന്നത്. എന്ത് ചോദ്യം?
ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം ഞാൻ വിചാരിച്ചതുപോലെ നടക്കുമോ ഇല്ലയോ? എന്ത് ചോദ്യ ചേച്ചി ഇത്? ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണ ഒരുക്കങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്? ഞങ്ങൾ ഇവിടെ കല്യാണത്തിന് ആനന്ദിന് ഇടാനുള്ള സ്യൂട്ട് വരെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം മതി. മറു ചോദ്യങ്ങളോ ഉപദേശ നിർദ്ദേശങ്ങളോ ഒന്നും വേണ്ട. മനസ്സിലായോ? ശരി ചേച്ചി. ജയന്തി, അയ്യോ ആന്റി, നീ പറ, ഞാൻ വിചാരിക്കുന്നത് പോലെ ആനന്ദും ഗംഗയും തമ്മിലുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ? അത് പിന്നെ നിനക്കെന്താ വായടഞ്ഞു പോയോ? അതോ കഴിക്കാൻ മാത്രമേ നീ വാ തുറക്കുള്ളൂ? ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം നടക്കുമോ ഇല്ലയോ? നടക്കും ആന്റി, നടക്കും. ആനന്ദേട്ടനും ഗംഗയും തമ്മിലുള്ള ഈ കല്യാണം നടക്കും. അയ്യോ, രക്ഷപ്പെട്ടു. നടക്കും ചേച്ചി. കല്യാണമൊക്കെ ചേച്ചിയുടെ തീരുമാനപ്രകാരം തന്നെ നടക്കും. ഒരു സംശയമില്ല. ആരെന്ത് വേഷം കെട്ടിയാലും, എന്ത് ചതി ചെയ്താലും, എന്തൊക്കെ കുതന്ത്രങ്ങളോ കൂടോത്രോ ചെയ്താലും ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം ചേച്ചിയുടെ തീരുമാനപ്രകാരം തന്നെ നടക്കും. ഗംഗേ, ആന്റി, ഗംഗേ, നിന്റെ മനസ്സിലുള്ളത് നീ തുറന്നു പറയണം. ഒരു പേടിയും വേണ്ട നിനക്ക്. ഈ കല്യാണം നടക്കുമോ ഇല്ലയോ? അത് ആന്റി, ഈ കല്യാണം മുടങ്ങി പോകുന്നുള്ള ഭയം എനിക്ക്. മുടങ്ങല്ലേന്നുള്ള പ്രാർത്ഥനയും. കല്യാണി, ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം എന്റെ ആഗ്രഹപ്രകാരം നടക്കോ അതോ മുടങ്ങോ? കല്യാണി, ചോദിച്ചതിന് മറുപടി പറയൂ. ജസ്റ്റ് ആൻസർ മീ.